അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ വെച്ച് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. നവരാത്രി മഹോത്സവത്തിൻ്റെ 9ാം ദിവസമാണ് ഇന്ന്. ഇന്നാണ് മഹാനവമി ആഘോഷിക്കുന്നത്. ഇന്നലെ മുതൽ പൂജ വെച്ചവരുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്നാണ് പൂജ വയ്ക്കുന്നത്. പൂജ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫ്രൂട്ട്സുകൾ വാങ്ങാൻ വന്നതാണ്. പൂജ വെപ്പ് ആയതുകൊണ്ട് ഫ്രൂട്ട്സിനും പൂജാ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണല്ലോ ഇവർക്കും കച്ചവടം ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഞങ്ങളും ഫ്രൂട്ട്സുകൾ മേടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കിലോ? പുതിയതിന് ഓറഞ്ചാണിത്. സംഭവം കൊള്ളാം, വില കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഒരെണ്ണ ഞാൻ വാങ്ങിച്ചു. ഒരു പേരൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും ഓരോന്ന് വീതമൊക്കെയാണ് വാങ്ങിയത്. എല്ലാ ഫ്രൂട്ട്സും വെക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂജാക്കടയിലോട്ടാണ് പോയത്. അപ്പോൾ എല്ലാ പൂജാക്കടയിലും ഇതുപോലെ കരിമ്പ് ഇങ്ങനെ കൂട്ടമായി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. വിദ്യാരംഭവും വിജയദശമിയും വ്യാഴാഴ്ചയാണ് നടക്കുക. ആദിപരാശക്തി സരസ്വതീ ദേവിയായി മാറുന്ന ദിവസമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസമാണ് കുട്ടികൾ വിദ്യാരംഭം കുറിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നതും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂജ വെപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ 3 ദിവസം പഠിക്കണ്ട, സ്കൂളിൽ പോകണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പുസ്തകങ്ങൾ പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൂജ എടുക്കുന്നവരെ പുസ്തകങ്ങൾ തൊടാൻ പാടില്ല എന്നാണ്. പൂജ വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ ദേവിയെ ആരാധിച്ചാൽ വിദ്യാഭ്യാസത്തിലും കലാമേഖലയിലും തൊഴിൽ മേഖലയിലുമെല്ലാം കൂടുതൽ ശോഭിക്കുമെന്നാണ് വിശ്വാസം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാം. ഒപ്പം കലാകാരന്മാരായ കുട്ടികളാണെങ്കിൽ അവർ അഭ്യസിക്കുന്ന കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കാം. തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിലുപകരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കാം. സത്യത്തിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിൽ ദേവി വന്നിരുന്ന പ്രതീതി പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ആകെ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു. ചേട്ടൻ്റെ പ്രധാനമായ ഒരു തൊഴിലാണ് ഈ ഗ്രാസ് കട്ടിങ്. ചേട്ടൻ്റെ അന്നം എന്ന് പറയുന്നത് ഈ തൊഴിൽ മേഖല തന്നെയാണ്. ഒരു 4 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനും ചേട്ടനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വാഹനങ്ങൾ കൈവശമുള്ളവർക്ക് വാഹനങ്ങളെയും പൂജ വയ്ക്കാം. അപ്പോൾ നമുക്ക് 2-3 വാഹനങ്ങളുണ്ട്, അതിനെയും മറക്കാൻ പാടില്ലല്ലോ. വാഹനങ്ങളെയും പൂജിക്കാമെന്ന് വിചാരിച്ചു. ഇവൻ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ 1 വർഷമായിട്ടുണ്ട് കേട്ടോ. ഇവൻ വന്നതിന് ശേഷം ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചില വാഹനങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഐശ്വര്യങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവനൊരു ഹാരമൊക്കെ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ആക്റ്റീവയാണ്. 2016 മോഡലാണ്. കാണുമ്പോൾ പുതിയതെന്ന് തോന്നും. ഞാൻ ഇത് റീസ്റ്റോറേഷനൊക്കെ ചെയ്ത് റീപെയിൻറ്റിങ് ചെയ്ത് ഇറക്കിയതാണ്. ഈ CD ചേട്ടൻ സെക്കൻഡ് ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ആഗ്രഹിച്ച് മേടിച്ചതാണ് കേട്ടോ. നല്ലപോലെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയൻ്റെ ഓട്ടയാണ്. അവനെയും മറന്നിട്ടില്ല. അതും പൂജിച്ച് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ വെച്ച് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഇങ്ങനെ വീട്ടിൽ പടുക്കയൊക്കെ വെച്ച് പൂജ വെച്ചപ്പോൾ മനസ്സിനൊരു പോസിറ്റീവ് എനർജി. മിക്കവരും ഇന്നലെ വെച്ചു, ഞങ്ങൾ ഇന്നാണ് വെച്ചത്. ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കാനാണ് പ്ലാന്. അപ്പോൾ എല്ലാവർക്കും മഹാനവമി ആശംസകൾ.